മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2024 വർഷത്തെ പൊതുവായിട്ടുള്ള ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം 2024 വർഷത്തിൽ തുലാക്കൂറിൽപ്പെട്ടവർക്ക് എങ്ങനെയൊക്കെയുള്ള ഫലങ്ങളായിരിക്കും അനുഭവവേദ്യമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുമുമ്പ് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ 2 ഭാഗങ്ങൾ, ചിത്തിര 3, 4, ചിത്തിരയുടെ ആദ്യ പാദങ്ങൾ കന്യക്കൂറിലാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ. അപ്പോൾ ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗങ്ങളും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ തുലാക്കൂറുകാരുടെ പൊതുവെയുള്ള ഫലത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പൊതുവേ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ചിലർ ചോദിച്ച ഒരു സംശയത്തിന് മറുപടി പറയാം. കമൻറ്റ് ബോക്സിൽ അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഡയറക്റ്റ് പറയാമെന്ന് വിചാരിച്ചത്. പലരും ഫലങ്ങൾ പറയുമ്പോൾ വ്യത്യസ്തമായ ഫലങ്ങളാണ് പറയുന്നത്. ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നൊരു ചോദ്യം അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നതാണ്. കാരണം ശരിയാണ്, ഓരോരുത്തരും ഫലങ്ങൾ പറയുമ്പോൾ വ്യത്യസ്തത ഉണ്ടാവാം. എങ്കിലും പൊതുവെയുള്ള ഫലങ്ങൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ചിലർ വളരെ കയറ്റി പറയാറുണ്ട്. റോക്കറ്റ് പോലെ കുതിച്ചു വരുമെന്നും രാജയോഗമാണെന്നും ഒക്കെ പറയാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷത്തിൽ എന്തെങ്കിലും ഘടകങ്ങളോ ആശ്രയിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കും. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഫലം വരണം, എങ്ങനെയുള്ള ഫലം വരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിന് കാരണമായിട്ടുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല വെറുതെ തുലാക്കൂർ എടുത്തിട്ട് ചിത്തിര നക്ഷത്രമാണ്, ചോതിയാണ്, വിശാഖമാണ്, ഈ നക്ഷത്രത്തിൽ പിറന്നവരെല്ലാം രാജാക്കന്മാരായിട്ട് ജനിച്ചവരാണ്. കാരണം ചിത്തിര തിരുനാൾ ഉണ്ടായിരുന്നു, ചോതി നക്ഷത്രത്തിൽ പിറന്നാളാണ് സ്വാതി തിരുനാൾ, അതുപോലെ വിശാഖ തിരുനാൾ രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ രാജാക്കന്മാരായിരുന്നുകൊണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്നവരെല്ലാം രാജയോഗമുള്ളവരാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. അവർ രാജയോഗത്തിൽ തന്നെ ജന്മം കൊണ്ടവരാണ്. ഗ്രഹനിലയിൽ രാജയോഗമുള്ളവരായിരുന്നത് കൊണ്ടാണ് രാജാക്കന്മാരായത്. അല്ലാതെ അവർ ഈ നാളിൽ ജനിച്ചത് കൊണ്ടല്ല. ഒരു നാളിൽ യാചകനും ജനിക്കാം, മന്ത്രിയും ജനിക്കാം എന്നുള്ളൊരു വ്യത്യാസമുണ്ട് എന്ന് ഓർമ്മിക്കുക. അത് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പൊതുവെ പറയാൻ പറ്റത്തില്ല. എങ്കിലും പൊതുവെ വരുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുലാക്കൂറിൽപ്പെട്ടവർക്ക് പൊതുവെ വരുന്ന ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. തുലാക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ വ്യാഴവും 5ാം ഭാവത്തിൽ ശനിയും വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 7ാം ഭാവത്തിലെ വ്യാഴം വളരെ അനുകൂലമായ ഘടകങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ 5ലെ ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനി പോലെ ദോഷകാരിയുമല്ല. 4ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി, അത് കണ്ടകശനിയായിട്ട് നിന്നിരുന്ന ശനിയാണ്, ഇപ്പോൾ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 5ൽ ശനി സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ കാരകത്വം കൂടി ഉള്ളതുകൊണ്ട് മാനസിക ക്ലേശങ്ങളോ അതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് അത്ര കാര്യമായ രീതിയിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്നതുമല്ല. മാത്രമല്ല 7ലെ വ്യാഴത്തിൻ്റെ പ്രസക്തി കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. രാഹുകേതുക്കളുടെ മാറ്റവും നന്നായിട്ട് ഫലം നൽകുകയുള്ളൂ. കാരണം 6ാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ഗുണഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. കന്യയിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ടും ദോഷഫലങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെ പൊതുവെ പറയുമ്പോൾ തുലാക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് 2024 എന്ന് പറയാവുന്നതാണ്. എന്നിരുന്നാലും മെയ് മാസത്തോടു കൂടി വ്യാഴമാറ്റം സംഭവിക്കുന്നു. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മാറും. അതോടെ വ്യാഴത്തിൻ്റെ ഇതുവരെ നൽകിക്കൊണ്ടിരുന്ന ഗുണകരമായ പല ഘടകങ്ങൾക്കും മുടക്കം സംഭവിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.
അതിന് പ്രതിവിധിയായി വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പാൽപായസം പോലുള്ള വഴിപാടുകളൊക്കെ നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഒക്കെ ചെയ്ത് വ്യാഴപ്രീതി വരുത്തി മുമ്പോട്ട് പോകേണ്ടതും ആണ്. അപ്പോൾ നമുക്ക് ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ പൊതുവെ ഈ വർഷം 2024 വർഷം ഏതൊക്കെ തരത്തിൽ ഗുണദോഷ ഫലങ്ങൾ നൽകുന്നു എന്ന് നോക്കാം. പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും അനുകൂലമായ ഒരു വർഷമായതുകൊണ്ട് തന്നെ ഉന്നതമായ നിലവാരത്തിൽ മാർക്കുകൾ വാങ്ങുന്നതിനും ഉയർന്ന പഠനത്തിനും ഉപരിപഠനത്തിന് വിദേശത്ത് ഗ്രഹനില യോഗമുണ്ടെങ്കിൽ തീർച്ചയായും പോയി പഠിച്ച് ജോലി നേടുന്നതിനും സഹായകമായ ഒരു വർഷമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മെയ് വരെ ഏറ്റവും അനുകൂലമായ ഒരു സമയമായതുകൊണ്ട് മെയ്ക്ക് മുമ്പ് തന്നെ ഏതെങ്കിലും മേഖലകളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ ഏറ്റവും സാധ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്കും ബിസിനസ്സുകാർക്കും അങ്ങനെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും ഒക്കെ ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് 2024 വർഷമെന്ന് പറയാം. എങ്കിലും മെയ്ക്ക് ശേഷം വ്യാഴപ്രീതി കൂടി നടത്തി മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ വീട് പണി മുടങ്ങിക്കിടന്നവർക്ക് ഈ വർഷം വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്ന വർഷം കൂടിയാണ്. അതുപോലെ വീട് പണിയാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് പണി തുടങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനയോഗം അതുപോലുള്ള ഒരുപാട് ഗുണഫലങ്ങൾക്ക് നിദാനമായി തീരാവുന്ന ഒരു വർഷമാണ്. ഒപ്പം കഴിയുമെങ്കിൽ ഗ്രഹനില കയ്യിലുള്ളവർ അതുകൂടി പരിശോധിപ്പിക്കുക. നിലവിലുള്ള സ്ഥിതി കൂടി മനസ്സിലാക്കി വേണ്ട വഴിപാടുകൾ ചെയ്ത് മുമ്പോട്ട് പോകാമെങ്കിൽ ഗുണഫലം കൂടുന്നതായിരിക്കും. അതുപോലെ വിവാഹാദി കർമ്മങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരുന്നൊരു വർഷമാണ്. വിവാഹം മുടങ്ങിക്കിടന്നവർക്കൊക്കെ ഈ വർഷം മിക്കവാറും എല്ലാവർക്കും തന്നെ വിവാഹം നടക്കുന്നതായിരിക്കും. പ്രണയസാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ വിവിധ തുറകളിൽപ്പെട്ടവർക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾക്ക് നിദാനമായി തീരുന്ന വർഷമാണ് 2024 പുതുവർഷം എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തികച്ചും മെയ് മാസം വരെ ഏറ്റവും ഗുണദായകവും അതിനുശേഷം ചെറിയ വ്യത്യാസം ഉണ്ടാകുമെങ്കിൽ പോലും ഫലത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ തന്നെ ഗുണകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നതുമായിരിക്കും. ഒപ്പം രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക, ശനി പ്രീതികരമായ കർമ്മങ്ങൾ, അതായത് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തുക. ശബരിമല ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർക്ക് അവിടെ പോയി ശാസ്താവിന് വേണ്ട വഴിപാടുകൾ നടത്തി പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് പോരുകയാണെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ 2024 വർഷം ഏറ്റവും ഗുണദായകരമായിരിക്കും എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ പറയാവുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഗോചരവശാൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ഗ്രഹനില കഴിയുമെങ്കിൽ പരിശോധിപ്പിച്ച് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഗുണഫലങ്ങൾ ഏറിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ തുലാക്കൂറിൽപ്പെട്ട എല്ലാവർക്കും 2024 വർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.